ഭയങ്കര കാടാണ് ഗൈസ്. ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാ. തിരിച്ചു നമ്മുടെ നാട്ടിലെ ഒരു വൺ ഓഫ് ദി ഫേമസ് മലയാണ്. ഏതാണ്? കഴിഞ്ഞിടയ്ക്ക് ന്യൂസിലൊക്കെ ഒന്ന് ഏറിയിടായിപ്പോയ ഒരു ആലുമലയാണ് ഈ കാണുന്നത്. ഇന്ന് ഹർത്താലായതുകൊണ്ട് ഞങ്ങൾ പ്ലാൻ ചെയ്തു. ഇതിന്റെ ടോപ്പിൽ ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് പോകാൻ തന്നെ പ്ലാൻ ചെയ്ത് ഇറങ്ങി വിടുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് ഈ മലയുടെ മുകളിൽ കയറുന്ന ആ ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത്. പറയുന്നില്ല, ഞങ്ങളന്ന് തന്നെ 10 മിനിറ്റ് കൊണ്ട് മണ്ടേ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ആശുപത്രി പോകാൻ വേണ്ടി ഒരു കോൾ വന്നു. ഇല്ല, മണ്ടേ ചെലവ് സെറ്റായിട്ട് എത്തും. രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഗ്രൗണ്ടാണ്, പിള്ളേരൊന്നും വരത്തില്ല എന്നുള്ള ശുഭപ്രതീക്ഷയിൽ ഞങ്ങൾ ഇവിടെ വണ്ടീനെ ഒറ്റക്കാക്കിയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോവാണ് ഗൈസ്. ഇവിടെ പപ്പം വാങ്ങി കൈ വെച്ചിട്ടുണ്ട്. ഇതല്ല കേട്ടോ, ഇത് കൊട. ഇത് അയ്യോ, അത് ശരിയാണല്ലോ അല്ലേ ഗൈസ്. ഈ കുപ്പിവെള്ളം കുടിക്കാനാണ് കേട്ടോ ഈ മല കയറുമ്പോഴേ, അല്ലാണ്ട് വെള്ളം അടിക്കാനല്ല കേട്ടോ ഗൈസ്. ഈ കാണുന്ന മലയിലോട്ടാണ് നമ്മൾ ആദ്യം കയറാൻ വേണ്ടി പോണത്. ആ മല കയറിയാലേ 4ാമത്തെ മലയിൽ കയറാൻ പറ്റത്തുള്ളൂ. 4ാമത്തെ മല ഇവിടെ ഇന്നാലും കാണാൻ പറ്റൂല, കാരണം ഇച്ചിരി മാറിയാണ്. എന്നാലും നമ്മുടെ ആ ഒരു ദൗത്യം നമ്മൾ സെറ്റാക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഇവിടെ നിന്ന് നടക്കണം, ആ മല ഇനിയും കയറണം ഗൈസ്. ഇതിലെയാണ് കഴിഞ്ഞ ദിവസം 42 താറ് വന്ന് പെട്ട് സീനായി കിടന്നത്. സോറി, 42 ആൾക്കാരും 22 താറും. 27 ഏതോ ഒരു സംഭവം. എന്നാലും 20+ ഉണ്ടായിരുന്നു താറ്. റോൾ നമ്പർ 1 ഗൈസ്. ഇപ്പതേ ഇവിടെ ഉരുണ്ട് വീണിട്ടുണ്ട് ഗൈസ്. ആ കാണുന്ന മലയല്ല ഗൈസ്, ഈ കാണുന്ന മല. ഇവിടാണ് നമ്മൾ കയറുന്നത്. കുറച്ച് കയറിയപ്പം തന്നെ അണച്ച് തീരുമാനമായി. ഒരുത്തന്നെ ഒരു റൗണ്ട് വീണു, ഒരുത്തന്നെ കൊച്ചിനെ വിളിക്കുന്നത് ഗൈസ്. നിങ്ങളുടെ കൂട്ടത്തിലും കാണത്തില്ല ഗൈസ് ഇതുപോലെ മറ്റേ എവിടെയെങ്കിലുമൊക്കെ ട്രിപ്പ് വന്നിട്ട് കൊച്ചിനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീം ഗൈസ്. ഈ 2 മലയുടെ ഇടയ്ക്കുള്ള മലയാണ് നമ്മുടെ ചതുരംഗപ്പാറ. വീഡിയോയിൽ അത്ര സെറ്റാവുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ ഇവിടുന്ന് നമുക്ക് കാറ്റാടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. തുടങ്ങിയതേ ഉള്ളൂ ഗൈസ്. ഇതുകൊണ്ട് ഈ വഴിയാണ് നമ്മൾ കയറിപ്പോകുന്നത്. നമ്മുടെ നാട്ടിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ഓഫ് റോഡ് റൂട്ട് തന്നെയാണിത്. ഇതിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല കേട്ടോ ഗൈസ്. ഇന്ന് രാവിലെ തന്നെ വന്നതിൻ്റെ ഒരു പ്രയോജനം എന്നാന്ന് വെച്ചത് ഇത് കണ്ടോ, മഞ്ഞുതുള്ളി ഗൈസ്. ഇതൊക്കെ ഈ കാണുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ നല്ല പച്ചപ്പാണ്. പക്ഷേ ഇപ്പം നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അതിനെ വേണ്ട ചെറിയൊരു വെള്ള ഷെയ്ഡ് കാണാം. അതെന്നാന്ന് വെച്ചാൽ മഞ്ഞുതുള്ളി. കാരണം ഇന്ന് രാവിലെ മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ മഞ്ഞുതുള്ളി ഇങ്ങനെ മേളിങ്ങനെ സെറ്റ് ചെയ്ത് കിടക്കുന്ന ആ ഒരു വ്യൂ ആണ് ഈ കാണുന്നത്. മടുത്ത് ഗൈസ്. എന്നാ കൂട്ടാരനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഇമാതിരി കയറ്റമൊക്കെ കയറി കഴിയുമ്പോൾ ആരായാലും മടുക്കും ഗൈസ്. ആ കാണുന്ന മലയുടെ മേളിലാണ് നമുക്ക് കയറേണ്ടത്. ഇനി അങ്ങോട്ട് എളുപ്പമാണ് ഗൈസ്, കാരണം ഇതുവരെയുള്ള ആ ഒരു ടഫ് സിറ്റുവേഷനുകളായിരുന്നു. ഇനി നമുക്ക് എളുപ്പമാണ്. പിന്നെ ഇവിടെ കയറിയിട്ടുള്ള ആ ഒരു വ്യൂ ഇന്ന് രാവിലത്തെ മഴയുടെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഗൈസ്. കാരണം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇത്രയധികം വ്യൂ നമുക്ക് കാണാൻ പറ്റിയില്ലായിരുന്നു. ബട്ട് ഇന്ന് ഗൈസ് ഞങ്ങൾ പൊളിക്കും ഗൈസ്. അതിസാഹസികം. ഇവൻ ആ വെള്ളം കുടിച്ചു നോക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഗൈസ് എങ്ങനെ അതിജീവിക്കാം, കാടിനുള്ളിൽപ്പെട്ട എങ്ങനെ അതിജീവിക്കാം. ഓ ചാർലിയിലെ ദുൽഖർ. കയറ്റം ഗൈസ്.
വലിയൊരു കയറ്റം പോയി. ഇതിൽ അവിടെ പോയിട്ട് കുനിഞ്ഞു നിന്നിട്ട് ശ്വാസം വിടുന്നതാണ്. നീ മണ്ട വരെ ഓടിക്കയറുവാളെ, ഇച്ചിരി വെള്ളോടെ കൂടുതൽ കുടിക്കാൻ തരാവേ. കിടിലം കയറ്റം. ഇത് കാണുമ്പോ ഹിൽ ക്ലൈംബേഴ്സിലെ ആ വണ്ടി കയറുന്ന ആ ഒരു ഫീൽ എനിക്ക് വരണത്. കല്ലും മുള്ളും നിറഞ്ഞ വഴികളിലൂടെ. ഭാഗ്യമുണ്ട് സ്റ്റെപ്പ് നമ്പർ 2 വീഴുന്നത് ഇപ്പൊ കാണാം. ഇപ്പൊ നമ്മള് ഓൾമോസ്റ്റ് തമിഴ്നാട്ടിലാണ് നിൽക്കുന്നത്. അതെ, ഉള്ളതാ. നീ ആളെ ഗൂഗിൾ മാപ്പ് എടുത്ത് നോക്കും, ഉള്ളതാ ഗൈസ്. ഇവിടുന്ന് തമിഴ്നാടാണ്. കാരണം നമ്മൾ ഇനിയും പോകുന്നത് തമിഴ്നാടിൻ്റെ ആ ഒരു വിഷ്വൽ ബ്യൂട്ടിയിലേക്കാണ്. നമ്മളെ ഈ മലയുടെ ഓൾമോസ്റ്റ് മണ്ടയിലെത്തി. റോമിങ് കാണിക്കും, അല്ല കാണിക്കും. നമ്മൾ അവിടെ പോയപ്പോൾ അത് റോമിങ് കാണിച്ചില്ലായിരുന്നു. ശ്രദ്ധിച്ച് കേട്ടാ കിളികളുടെ കലകലപ്പ് കേൾക്കാം. ഞാൻ ഫ്രണ്ട് നടക്കത്തില്ലേ പോടാ പോടാ ചിന്ന തമ്പി, ഞാൻ പോക മാട്ടേനെ, നീ എന്നാ பண்ணுவே? ഇവനെ എവിടാ കൊണ്ടുവന്നേ? ഭയങ്കര കാടാണ് ഗൈസ്, ഞാൻ പോകുന്നില്ല, എനിക്ക് പേടിയാ. തിരിച്ചു ആണ് തോട്ടപ്പുഴു. അതെ, ഇത് തോട്ടപ്പുഴ ഒന്നുമല്ല. ഇത്രയും നല്ല വഴി കണ്ടായിട്ട് ഈ നാറ് ഈ കാട്ടിക്കൂടെ കയറ്റാൻ നോക്കി ഗൈസ്. ഇതാണ് ഇവിടുത്തെ എൻഡ് ഓഫ്. എന്നാടാ ഇത്? വിന്റർ പ്രൊജക്റ്റോ? ഞങ്ങളങ്ങനെ ടോപ്പിലെത്തി ഗൈസ്. വിഷ്വൽ ബ്യൂട്ടി ഒന്നും പറയാൻ അമ്മാതിരി ഫീൽ. ആ കാണുന്ന തമിഴ്നാട്ടിലാണ് ഗൈസ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ ചോക്കാമ്പട്ടി മലനിരകളാണ് ഗൈസ്. അല്ല, ഇത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളാണ്. ഇവിടാണ് ഈ ചെറുക്കന് ഫോട്ടോസ് എൻജോയ് ചെയ്ത് കൊടുക്കണമെന്നും പറഞ്ഞു. ഗൈസ്, നമ്മൾ ഇവിടുന്ന് പോവാണ്. സമയം 12 സംതിങ് ആയി. നമ്മൾ 10:30 വീട്ടിൽ നിന്ന് ഇറങ്ങി കയറിയതാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഇറങ്ങാണ് ഗൈസ്. ഇനിയിപ്പം വേറെ എങ്ങോട്ടും പോകുന്നില്ല, നേരെ വീട്ടിലോട്ട് പോകണം ഗൈസ്. കുറേ നേരം ഇവിടെ ഇരുന്നു, ഒത്തിരി വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. ആംബിയൻസ് ക്ലിയർ ആൻഡ് എന്താണ് ഒന്നും പറയില്ല, അമ്മാതിരി സാധനം. ആണ് സേഫസ്റ്റ് വഴി കേട്ടോ. ആ കാണത്ര സേഫ് അല്ല, ഇതാ വലിയ സീനില്ല. പക്ഷെ ഇവിടെ അട്ടയുണ്ട് ഗൈസ്. കുറച്ചു മുന്നേ നമ്മുടെ കാലിലൊക്കെ കയറി വന്നിരുന്നതാ. അതെ, ഞങ്ങളെ 3 പേരെ കഴിച്ചു, ഓരോ അട്ട വീതം. പന്നി വന്ന് കുത്തിയിട്ട് പോകണമെന്ന്. ഇത് കാട്ടുപന്നി, ഫോറസ്റ്റ് പോർക്ക്. ഗൈസ്, ഇവിടുന്ന് ഇറങ്ങിപ്പോകുന്ന ആ ഒരു വിഷ്വലാണിത്. അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് എന്താണ് നമ്മൾ അണച്ച് അവിടെ കയറണം എന്നുള്ളൊരു സെറ്റപ്പിൽ കയറിയതുകൊണ്ട് നമുക്ക് അധികം കവറേജ് എടുക്കാൻ പറ്റില്ല. ബട്ട് ദിസ് ഈസ് ബ്യൂട്ടിഫുൾ ഗൈസ്. നമ്മളങ്ങനെ വണ്ടി ഇട്ട സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. മടുത്ത് ഗൈസ്, കാരണം നല്ല വെയിൽ. ഇവിടെ എത്തിയപ്പോൾ നല്ല വെയിലായി തുടങ്ങി. അവിടെ വെയിലുണ്ടെങ്കിൽ പോലും എന്താണ് ഒരു തണുത്ത കാറ്റടിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു ക്ഷീണമില്ലായിരുന്നു. പക്ഷേ ഇത്രയും വലിയ മല കയറി ഇറങ്ങുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഗൈസ് ഇവിടെ എത്തിയപ്പം ഏകദേശം ഞങ്ങൾ സെറ്റ് ചെയ്ത് മടുത്തു. ഇനിയിപ്പം നമ്മുടെ വീഡിയോ ഇവിടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് 1 കിലോമീറ്റർ 2 കിലോമീറ്ററുള്ള നമ്മൾ വീട്ടിലേക്ക്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ ഗായ്സ്.